അങ്ങനെ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുഖ്യപ്രതികൾ ഇഡിക്ക് നൽകിയ മൊഴികളിൽ ആകെ മൊത്തം പൊരുത്തക്കേടാണ്. ഇത് നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ മുരാരി ബാബു, എൻ വാസു, എസ് ജയശ്രീ എന്നിവരുടെ മൊഴികളിലാണ് വൈരുദ്ധ്യം വന്നിരിക്കുന്നത്. കേസിലെ സ്വന്തം പങ്കാളിത്തം മറച്ചുവെക്കുന്ന മൊഴികളാണ് പ്രതികൾ ഇഡിക്കും നൽകുന്നത്. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഒരുങ്ങുകയാണ് ഇഡി. ജിജീഷ് നൽകും കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, ക്രിക്കറ്റ് ഫീവറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അവിടെ നിർണായകമായ നീക്കങ്ങൾ ഇഡി നടത്തുകയാണ്. അപ്പം ഇവരെ മൂന്നുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ ഇതിനൊക്കെ ക്ലാരിറ്റി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മറ്റെന്തൊക്കെ നീക്കങ്ങളാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? ശ്രുതി പറഞ്ഞതുപോലെ തന്നെ വീണ്ടും നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതുവരെ നടത്തിയ ചോദ്യം ചെയ്യലുകളിൽ ചില വൈരുദ്ധ്യങ്ങൾ, അതായത് ഈ പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴികളുമായി ബന്ധപ്പെട്ട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്, കൃത്യത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരുമിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ എന്ന ഒരു നടപടിക്രമത്തിലേക്കാണ്. കാരണം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു നടപടിക്രമത്തിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും കിടക്കുന്നത്. അതിൽ മുരാരി ബാബു, എൻ വാസു, എസ് ജയശ്രീ ഇവരുടെ മൊഴികളിലാണ് വലിയ വ്യത്യാസം കാണുന്നത്. കാരണം ഒരാൾ പറയുന്നത് മറ്റൊരാളുടെ കുറ്റം ആണ്, അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന ആരോപണങ്ങൾ ആണ് അവർക്കെതിരെയുള്ളതാണ് എങ്കിൽ സ്വന്തം കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് പലതും മറച്ചു വെക്കുന്നു ഈ മൊഴികളിൽ എന്നാണ് കൃത്യമായി തന്നെ ഈ മൊഴികളെല്ലാം അന്വേഷണ സംഘം, കാരണം 6ഓളം പേരുടെ മൊഴികൾ ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴികളെല്ലാം പരിശോധിക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുമിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ കൂടി നടത്തുക എന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിനു മുമ്പായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ഒരു നടപടിയിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി ചോദ്യം ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട്. ആ ഒരാളെ കൂടി ചോദ്യം ചെയ്യുമ്പോൾ ഇവർ നൽകിയിരിക്കുന്ന മൊഴികളിലെ വ്യത്യാസങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, കാരണം എല്ലാവരും പറയുന്ന വിരൽ ചൂണ്ടുന്ന ഒരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എങ്കിൽ തങ്ങളുടെ ഈ ഒരു കാര്യത്തിലുള്ള പങ്കാളിത്തം അത് മറച്ചു വെച്ചുകൊണ്ട് മൊഴി നൽകുന്നു. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ ഓരോരുത്തരും എങ്ങനെയാണ് പോറ്റിയുമായി ബന്ധപ്പെട്ടിരുന്നത്, പോറ്റിയുമായി ഇടപാടുകൾ നടത്തിയിരുന്നത്, പോറ്റിയുമായി ഇടപെടലുകൾ നടത്തിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. ആ വ്യക്തതയ്ക്ക് ശേഷം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും വ്യത്യസ്തമായ മൊഴികളിൽ കൂടുതൽ കൃത്യത അവർക്ക് വരുത്തേണ്ടി വരും. ആരാണ് ഇതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആരാണ് തെറ്റായ മൊഴികൾ നൽകുന്നത്, ആരാണ് അന്വേഷണം വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആ ഒരു ഘട്ടത്തിൽ ആയിരിക്കും മനസ്സിലാവുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ വൈരുദ്ധ്യങ്ങളെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ്. ഇതുവരെയുള്ള ചോദ്യം ചെയ്ത മൊഴികളെല്ലാം അന്വേഷണ സംഘം പരിശോധിച്ചു. കൂടുതൽ വിശദമായ ഒരു നടപടിക്രമത്തിലേക്കും കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകളിലേക്കുമായിരിക്കും ഈ ആഴ്ച മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്യുക. യെസ് ജിജീഷ്, അത് തന്നെയാണ്. അപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇനി എന്തൊക്കെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിലും അതെല്ലാം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ ഇതിലേക്കുള്ള സത്യത്തിലേക്കുള്ള പാത തെളിയിക്കുമെന്നാണ് ഇ ഡി കരുതുന്നത്. ഒപ്പം മറ്റു ചില പദ്ധതികളുമായി ഇ ഡി മുന്നോട്ടൊരുങ്ങുകയാണ്.